താമസിക്കുന്ന വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും മൊത്തത്തിൽ ഒഴിഞ്ഞു പോകണം എന്ന ഉദ്ദേശവുമായി ചെയ്യുന്ന സിഹ്റാണ് ഇഹ്ലാ. മൊത്തത്തിൽ ഉച്ചാടനം ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഭവനത്തിലാണ് ആ സിഹർ ധാരാളമായും ചെയ്യുക. ഭവനത്തിൽ ചെയ്യുമ്പോൾ ആ ഭവനത്തിൽ വസിക്കുന്നവർക്ക് അടിക്കടി അസുഖമുണ്ടാവുക, പ്രശ്നമുണ്ടാവുക, ഒരു സമാധാനമില്ലായ്മ എപ്പോഴും അനുഭവപ്പെടുക, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണം. വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ യാതൊരു കുഴപ്പമില്ല, നല്ല സമാധാനമാണ്, സന്തോഷമാണ്. അവിടെ വസിക്കുന്നവർക്ക് തന്നെ സ്വമേധയാ മനസ്സിലാക്കാൻ പറ്റും എന്തോ ഒരു കുഴപ്പം, എന്തോ ഒരു സമാധാനക്കേട് ഈ വീട്ടിൽ ഭവനത്തിലുണ്ട് എന്ന്. അതുവരെ ഒരു കുഴപ്പവുമില്ലാതെ നല്ലതുപോലെ താമസിച്ചിരുന്ന വീടാണ്, യാതൊരു പ്രശ്നവുമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എപ്പോഴും വഴക്കാണ്, കുടുംബക്കാർ തമ്മിൽ ഒരു നിലയ്ക്കും ഒത്തുപോകുന്നില്ല, ഭാര്യയുമായി വഴക്ക്, മക്കളുടെ ചെറിയ ബഹളം പോലും അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഇത്തരത്തിൽ വലിയൊരു സമാധാനക്കേടുണ്ടാവുന്നു എങ്കിൽ ആ ഭവനത്തിൽ ഈ ഇഹ്ലാ എന്ന് പറയുന്ന സിഹറിൻ്റെ സാന്നിധ്യം നേരിട്ടിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ലക്ഷണം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ദുശഗുണം ഉണ്ടാവാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ, അതിലൊന്ന് ഭവനമാണ്, ഒന്ന് വാഹനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മറ്റൊന്ന് ഭാര്യയാണ്. അപ്പോൾ ഇതിലൊരു ദുശഗുണം ഉണ്ടാവാൻ ഏറെ സാധ്യതയുള്ള 3 കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഭവനത്തിലാണ്. അതിൽ ഒന്നാമത്തെ കാരണം, വീട്ടിൽ രക്ഷാകവചങ്ങളൊന്നുമില്ലാതെ അതിൻ്റേതായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിക്കപ്പെടുന്ന ഭവനങ്ങളിൽ ഇത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നതാണ്, ഈ സിഹർ ബാധിക്കുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ ശ്മശാന മൂകതയിൽ ആക്കരുത് എന്ന് ഹദീസിൽ കാണാം. ഭവനങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം ഷർറുകൾ ഏറെക്കുറയും മാറിപ്പോകാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഭവനങ്ങളെ ആരാധന മുക്തമാക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തും ശ്രേഷ്ഠതയും ആക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഇബാദത്തുകളും ദിക്റുകളും ഓതലുകളും ഖുർആൻ പാരായണങ്ങളുമൊക്കെ നടക്കുന്ന വീടുകളിൽ ഇത്തരത്തിലുള്ള ഷർറുകളും പൈശാചികമായ സിഹറുകളും ഏൽക്കാതിരിക്കാൻ ഒരു പരിധിവരെ കാരണമായി തീരും. അപ്പോൾ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സിഹർ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സമാധാനക്കേട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. അത് പിശാചിൽ നിന്നും കാവലാണ് എന്ന് പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറ എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആനിലെ 2ാമത്തെ സൂറത്താണ്, മുഴുവനായും പാരായണം ചെയ്യുക. പാരായണം ചെയ്തതിന് ശേഷം ഒരു പാത്രം വെള്ളത്തിൽ അത് മന്ത്രിച്ച് ഊതുകയും അതിനുശേഷം ആ വെള്ളം ഭവനത്തിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ ഒരു 21 പ്രാവശ്യം 21 ദിവസം ചെയ്യുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ബാധിച്ച സിഹറാണെങ്കിൽ അല്ലെങ്കിൽ ഷർറാണെങ്കിൽ, പൈശാചികമായ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് മാറിപ്പോകുന്നതാണ്. അപ്പോൾ സൂറത്തുൽ ബഖറ പ്രാഥമികമായി പാരായണം ചെയ്ത് സ്വയമേവ ചെയ്യുന്ന കാര്യങ്ങളാണ്, സ്വയമേവ
ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ചെയ്യാൻ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിഫ്ള് നൽകുന്നതാണ് ഇൻഷാ അല്ലാഹ്.